നമ്മുടെ അബിയു ഫ്രൂട്ടിന്റെ ലാസ്റ്റ് ആയി അല്ലേ? 70 ഫ്രൂട്ട് ഉണ്ടായിരുന്നാണ്. ഇനി ഒരു 4 ബാക്കി കിടപ്പുള്ളൂ. അവിടെ ഒരെണ്ണം കിടക്കുന്നുണ്ട്. ഇവിടെ ഒരെണ്ണമുണ്ട് ചെറുത്. അപ്പോൾ 5. ഇതൊന്നും കൂടെ ബാക്കിയുള്ളല്ലേ. നമുക്ക് ഇന്ന് ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി അബിയു ഫ്രൂട്ട് പറിക്കണമെന്നല്ലേ ആഗ്രഹം. നോക്കാം. ലേശം ഹൈറ്റിലാണ്. 2 മതിയോ? ഓക്കെ, ഇത് നന്നായിട്ട് പഴുക്കുക. അയ്യോ, ഉറുമ്പിന്റെ കൂട. നീറിന്റെ പെട്ടിയുണ്ട്, അതുകൊണ്ടാണ് അബിയുവിന് അധികം പ്രശ്നമില്ലാത്തതെന്ന് തോന്നുന്നു. നമുക്ക് ഇനി ഒന്നും കൂടെ ചായച്ചിട്ടൊന്നും കൂടെ പറിക്കാം. ഇവിടെ നീറ് കടിക്കുന്നുണ്ട്, അതിന് തൂത്ത് കളയൊക്കെ. നീറ് ഇഷ്ടംമാതിരിയുള്ള ഒരു കൂട. പതിയെടുക്കാം. താത്ത അല്ലെങ്കിൽ ഉറുമ്പ് കടിക്കും നമ്മളെ. ഇതൊക്കെ നീറുണ്ട്, നാച്ചുറലായിട്ടുള്ള. ഇത് രണ്ടാമത്തേതായി. രണ്ടാമത്തേത് പറിച്ചു. ഒന്നുകൂടി അതേലുണ്ട്, അങ്ങോട്ടെങ്കിൽ പറിച്ചാലോ? ഇനിയിപ്പോൾ അതായിട്ട് അവിടെ നിന്ന് അല്ല, അതിലൊരു പച്ചയും കിടപ്പുണ്ടല്ലേ. ഇതൊക്കെ നല്ല നീറ. അബിയു ഇഷ്ടംമാതിരി ഉണ്ടാവും, അതാണ് അബിയുവിൻ്റെ ഒരു പ്രത്യേകത. ഇത് കിട്ടുമോ നോക്കട്ടെ. വേണ്ട, ആ ശ്രമം ഉപേക്ഷിക്കാം. അടുത്ത ദിവസത്തെ ജ്യൂസിന് പറിക്കാം. ഈ 2 പോരെ? ഒരു ഷേക്ക് ഉണ്ടാക്കാനായില്ലേ? വേണമെങ്കിൽ അറുത്തിടാം. എന്നാലും ഇനിയിപ്പോൾ അതായിട്ട് അവിടെ നിർത്തണ്ട, പഴുപ്പതല്ലേ. ഇതെല്ലാം അണ്ണാനും തിന്നിട്ട് പോകണ്ട. വലിയൊരു പരിചരണം വേണ്ടാത്തൊരു ചെടിയാണ്. ചെറിയ വളമൊക്കെ കൊടുത്താൽ മതി. നല്ല ജൈവ വളങ്ങളൊക്കെ കൊടുത്താൽ ഇഷ്ടംമാതിരി ഫ്രൂട്ട് ഉണ്ടാകും. നിലത്ത് വീഴും. അത് നിലത്ത് വീണിട്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. സാറില്ല, ജ്യൂസ് അടിക്കാനല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി എന്താണ്, ഷെയ്ക്ക് ഉണ്ടാക്കാൻ പോവാണോ? നമ്മൾ ഷെയ്ക്ക് ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണിക്കുന്നതാണ്. ഇതിൻ്റെ അകത്തൊരു കുരു ഉണ്ടാവും, ആ കുരു റിമൂവ് ചെയ്യുക. അത് കുഴിച്ചിട്ടാലുണ്ടാവും. അതിന് അവിടെ വെച്ചോളൂ. നമുക്ക് പുതിയ പ്ലാന്റിന് വേണ്ടി ഉപയോഗിക്കാം. അതിനാൽ നമ്മൾ ഒരു പാലിൻ്റെ അകത്തേക്ക് തണുത്ത പാല് ചെറുതായിട്ടൊന്ന് തണുത്ത പാലിലേക്കാണ് ഇതിൻ്റെ നല്ല ദശകൾ ഒരു സ്പൂണ് വെച്ചിട്ട് ഇടുകയാണ്. അത് 2 കുരു ഉണ്ടായിരുന്നു. ആദ്യത്തേത് 1 ഉണ്ടായിരുന്നുള്ളൂ. ഇതിലെ ടെൻഡർ കോക്കനട്ട് പോലത്തെ ആ സാധനം കംപ്ലീറ്റ് അതിലേക്ക് ഇടുകയാണ്. തണുപ്പിച്ച പാലിലേക്ക് നമ്മുടെ അബിയു ഇട്ടു കഴിഞ്ഞു. ഇനി അതൊരു മിക്സിയിലേക്ക് മാറ്റുകയാണ്. ലേശം തിളപ്പിച്ച വെള്ളം തണുപ്പിക്കുന്നത് ഒഴിക്കുന്നുണ്ട്. എന്നിട്ടത് മിക്സിയുടെ ജാറ് ഇത് കണ്ടോ, നമ്മുടെ ചിക്കു ഷേക്ക് മാറി നിൽക്കും. നല്ല അതേ കളറാണല്ലേ, ചിക്കു ഷേക്കിൻ്റെ അതേ കളറാണ് വരുന്നത്. പക്ഷെ നല്ല ഡാർക്കായിട്ടുള്ള 2 അബിയു എടുത്ത് ഒരു വലിയ ഗ്ലാസ് നമുക്ക് ജ്യൂസ് കിട്ടിയെന്നുള്ളതാണ്. ഭയങ്കര വൈറ്റമിൻസ് ഒക്കെ റിച്ച് ആയിട്ടുള്ള ആണ്. വിശപ്പും മാറും. അപ്പം അബിയു കൂടുതലുള്ളവർ ഇങ്ങനെ വീടുകളിൽ കഴിക്കാവുന്നതാണ്. ഓക്കെ.